പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായത്തിലും 15-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ശക്തമായ ഭാഷയിൽ കാണുന്ന ഒരു കാര്യമാണ്, നിന്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് നീ പറയരുത്. ഈ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗീയ അനുഭവങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നത് നമ്മുടെ തീരുമാനം കൊണ്ടാണ്, അല്ലാതെ സ്വർഗീയ അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കാഞ്ഞിട്ടല്ല. അനുതാപത്തിലൂടെയും വിശുദ്ധീകരണത്തിലൂടെയും വീണ്ടെടുപ്പിലൂടെയും പരിശുദ്ധ കുർബാന കൗദാശിക ജീവിതത്തിലൂടെയും സ്വർഗീയ അനുഭവത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരായ നമ്മൾ നമ്മുടെ തീരുമാനങ്ങൾ കൊണ്ടാണ് ഈ അനുഭവങ്ങൾക്ക് മീതെ വാതിലടയ്ക്കുന്നത്. അതിന് ദൈവത്തെ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ദൈവം നമുക്ക് തരാനുള്ളത് മുഴുവൻ തന്നു കഴിഞ്ഞിട്ടും നമുക്ക് നമ്മളെ കർത്താവ് ശ്രദ്ധിക്കുന്നില്ല, നമ്മളെ മാത്രം ദൈവം സ്നേഹിക്കുന്നില്ല. ദൈവം തന്റെ സ്നേഹത്തിൽ അതിന്റെ പൂർണ്ണതയിൽ സ്വന്തം പുത്രനെ പോലും നമുക്കായി തന്നു. ഇതിൽ കൂടുതൽ നമ്മൾ എങ്ങനെ സ്നേഹിക്കുന്നത്? അതുകൊണ്ട് സ്വകാര്യ ജീവിതത്തിന്റെ നിഷ്കളങ്കതയും ദൈവത്തോടുള്ള ബന്ധമൊക്കെ നമ്മുടെ വ്യക്തിപരമായ അധ്വാനമാണ്, വ്യക്തിപരമായ തീരുമാനമാണ്, വ്യക്തിപരമായ ജീവിതത്തിന്റെ ആ ഒരു കരുത്തൊക്കെയാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള നമ്മുടെ ജീവിതം എന്താണോ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമ്മൾ എടുക്കുകയും കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാകുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കരുണയും സ്നേഹമൊക്കെ അനുഭവിക്കാൻ നമുക്ക് പറ്റും.